അഡ്വക്കേറ്റ് ടി ആസിഫ് അലി, താങ്കൾ ഈ കേസിനെ എങ്ങനെ കാണുന്നു? അപൂർവമെന്ന് തന്നെ പറയാമല്ലോ. ഇങ്ങനെയൊരു സംഭവം ജുഡീഷ്യറിയിൽ നേരത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? കോടതിയിൽ നിന്ന് തന്നെ, കോടതിയുടെ ടെസ്റ്റിലുള്ള തൊണ്ടി മുതൽ, ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ അവിടെ നിന്ന് കോടതിയുടെ ഉത്തരവുണ്ട് എന്ന വ്യാജ രീതിയിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് തിരിച്ചു കൊണ്ടുവയ്ക്കുക അടിവസ്ത്രത്തിൻ്റെ. ഈ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് കേരളത്തിലേത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിലെന്താണ് സംഭവിച്ചത്? തൊണ്ടി മുതലിനല്ല അപേക്ഷ കൊടുത്തത്. അവിടെയാണ് ഇതിന്റെ പ്രധാനം. അപേക്ഷ കൊടുത്തത് പ്രതിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയാണ്. അത് 50 എണ്ണം ഉണ്ടായിരുന്നു. ആ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടി കൊടുത്ത അപേക്ഷയിലാണ് ഈ പ്രോപ്പർട്ടി ക്ലർക്കും ഇദ്ദേഹവുമായി ഒത്ത് ഈ തൊണ്ടി മുതലായ MO2, അതായത് 243 എന്നായിട്ടാണ് അതിന്റെ പേര്, ആ വസ്തു ഈ അണ്ടർവെയർ കൊടുക്കുന്നത്. അണ്ടർവെയർ പേഴ്സണൽ ബിലോങ്ങിങ്സിന്റെ കാറ്റഗറിയിലായിരുന്നില്ല പോലീസ് സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കാരണം അത് കമ്മീഷൻ ഓഫ് ദി ഒഫൻസ്. ഇപ്പൊ നമ്മളൊരു കൊലക്കേസിലെല്ലാം ചോര പുരണ്ട കത്തി, ആയുധം, അതുപോലുള്ള MO ആണ്, മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആണ്. അപ്പോ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കുക, അതിന് പകരം ആ പേഴ്സണൽ ബിലോങ്ങിങ്സിന്റെ കൂടെ നമ്മളെ കീശയിലുള്ള പേഴ്സ്, ഡ്രസ്സ് തുടങ്ങിയ സാധനത്തോടൊപ്പം ഈ തൊണ്ടി മുതലായ ഈ കേസിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് കൊടുക്കുക. അവിടെയാണ് അതിന്റെ കോൺസ്പിറസി ആസ്പെക്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോൾ നിങ്ങൾ കാണിച്ചില്ലേ ഈ ആന്റണി രാജുവിന്റെ നിരപരാധിത്വം അയാൾ വിളിച്ചു പോകുന്നത്. ഹൈക്കോടതിയിൽ ഇത് കോഷ് ചെയ്യാൻ വന്നപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ഹാജരായിരുന്നു. ആ കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം നിരപരാധിത്വമല്ല. ആ കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം ഒരു സാങ്കേതികത്വമായിരുന്നു. ഒരു കോടതി നടപടിയിൽ നടന്നിരിക്കുന്ന ഒരു കുറ്റകൃത്യം സംബന്ധിച്ച് കേസെടുക്കണമെങ്കിൽ പോലീസ് സാധാരണ കേസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തത് പോരാ, അത് നിയമപരമായി നിൽക്കില്ല എന്നായിരുന്നു. ഒരു കാര്യം അദ്ദേഹം ആ കോടതിയിൽ നമ്മളെല്ലാം ഉന്നയിച്ച വാദമാണ്. എന്ത്? ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തന്നെ വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അപ്പീലിൽ ഇദ്ദേഹത്തെ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ ഹൈക്കോടതി ബലമായ സംശയം എന്റർടൈൻ ചെയ്തു. ഇതിൽ സംശയമുണ്ട്, ഈ തൊണ്ടി മുതൽ ഈ അണ്ടർവെയറിന്റെ വലിപ്പം എങ്ങനെ കുറഞ്ഞു? കാരണം ഈ സീഷർ മാസനുള്ള വലിപ്പവും ഹാജരാക്കിയിരിക്കുന്ന വസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കോടതി, ഞാൻ അതാ പറഞ്ഞത്, ദിസ് ഇസ് എ ഫ്രോഡ് ഓൺ ജുഡീഷ്യൽ സിസ്റ്റം. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് നേരെ നടന്ന ഏറ്റവും വലിയൊരു ചതിയാണ്, ഒരു വഞ്ചനയാണ്, ഒരു അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ആ പ്രോപ്പർട്ടി ക്ലർക്കുമായി ഗൂഢാലോചന നടത്തി അങ്ങനെയാണ് ഈ കേസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മയക്കുമരുന്ന് കേസിൽ ഒരു വിദേശിയായ കുറ്റവാളി, അദ്ദേഹം സുന്ദരമായി 10 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴയുമുള്ള കേസിൽ നിന്ന് കുറ്റമുക്തനമാക്കി കൊടുത്തു. ആര്? കേരളത്തിലെ ഉന്നതമായ ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രി, MLA. ഒരു മന്ത്രി MLAയും ചെയ്യേണ്ട പണിയാണോ ഇത്? അപ്പൊ നിരപരാധിയാണെന്ന് പറയണമെങ്കിൽ അന്ന് ഇയാൾ മന്ത്രിയോ MLAയോ ആയിരുന്നില്ല. ഇത് അന്ന് മന്ത്രിയോ MLAയോ ആയിരുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു, ഒരു ജൂനിയർ വക്കീലായിരുന്നു. ഓക്കെ, മതി. ഞാൻ പറയുന്ന ഒരു അഭിഭാഷകൻ, ലീവ് ഇറ്റ് എസ് എ മന്ത്രി MLA, ഒരു അഭിഭാഷകൻ ഒരു അപേക്ഷ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഈ പ്രതിയുടെ വ്യക്തിപരമായ മുതലുകൾ. അത് കോടതിക്ക് ആവശ്യമില്ല. എന്നാൽ തൊണ്ടി മുതൽ ഒരു കേസിന്റെ തെളിവിന് അത്യന്താപേക്ഷിതമാണ്. വിചാരണ കോടതി പോലും അത് സ്വീകരിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്. അപ്പൊ ഈ തൊണ്ടി മുതൽ കരസ്ഥമാക്കി അദ്ദേഹം വീണ്ടും, എൻ്റെ ബഹുമാന്യനെ സുഹൃത്ത് ഇവിടെ ഡിഫാക്ടോ കമ്മി എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഈ വിഷയം വീണ്ടും ഒന്ന് സക്രിയമായപ്പോൾ ഹൈക്കോടതിയിൽ ഇത് കോഷ് ചെയ്യാൻ വന്നു. അദ്ദേഹത്തിന്റെ പരമപ്രധാനമായ വാദ്യം നേരത്തെ ചാനലുകാരോട് പറഞ്ഞ മാതിരി, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇതറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, അല്ല. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ കൂടി നടന്ന ഒരു നടപടിയെ സംബന്ധിച്ച് കേസ് എടുക്കണമെങ്കിൽ 195 CRPC അനുസരിച്ച് കോടതിയുടെ ഒരു പ്രത്യേക പരാതി കോടതിയുടെ സബ്സീനിയർ ഓഫീസർ കൊടുക്കണം. ഇതിൽ പോലീസിന്റെ അന്വേഷണം ഇതിൽ നിൽക്കില്ല. കേരള ഹൈക്കോടതി അത് സ്വീകരിച്ചു. അങ്ങനെയാണ് വീണ്ടും പറഞ്ഞത്, വീണ്ടും നടപടി എടുക്കുന്നതിന് അധികാരികൾക്ക് അവകാശമുണ്ട് എന്ന ഒരു പരാമർശത്തെ തുടർന്നാണ് ഇദ്ദേഹം സുപ്രീം കോടതി പോയത്.
സുപ്രീം കോടതി കാര്യങ്ങൾ പരിശോധിച്ചു വെരി ഷോക്കിംഗ്, അത്യപൂർവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മേർഡർ കേസാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതെ, ഒരു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു മുതലാണ് മാറ്റിക്കളഞ്ഞത്. അതായത് കോടതിയിൽ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. വക്കീലന്മാരുടെ ബുദ്ധി പ്രവർത്തിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല, കോടതിയെ കബളിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ആരാണ് കോടതിയെ കബളിപ്പിച്ചത്? കോടതി സ്റ്റാഫാണ്. നമ്മളെ വേലി തന്നെയാണ് വിളതുന്നത്. കോടതി സ്റ്റാഫാണ്. ഇതിൽ ഒന്നാം പ്രതി ആരാണ്? കോടതിയുടെ സ്റ്റാഫ് ജോസ് എന്നയാൾ, ക്ലർക്ക് അല്ലേ? പങ്ക് വഹിച്ച, ലക്ഷങ്ങൾ വാങ്ങിയെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ക്ലർക്കാണ്, പ്രോപ്പർട്ടി ക്ലർക്കാണ്. ആ പ്രോപ്പർട്ടി ക്ലർക്കായി കൂടിയാണ് വ്യക്തിപരമായ മുതലുകൾ, പേഴ്സണൽ ബിലോങ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ കൊടുക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മർഡർ കേസിലാണെങ്കിൽ പേഴ്സണൽ ബിലോങ്സിൻസ് കോടതിയിലെ കേസിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ, കുത്താൻ ഉപയോഗിച്ച വാളാണ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു പീച്ചാത്തിയാണ് കോടതിയിൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ ആ കേസിന്റെ റിസൾട്ട് എന്തായിരിക്കും? ശരിയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസിന് ഈ 2002